എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല കൊഴുത്ത് നല്ല ചുവന്ന ചാറോട് കൂടിയ നല്ല കുറുകിയ മീൻകറി, നല്ല അസല മീൻകറിയാണ്. അപ്പം നമ്മൾ അതിലൊരു പ്രത്യേക ഒരു ഐറ്റവും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് മീൻകറി അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 കിലോ കേരാമീനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് കിഴുത്ത പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത്, അതുപോലെ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഒരു 5 കഷ്ണം ചെറിയ കുടംപുളി കഴുകി വെള്ളത്തിലിട്ടത്, 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, ഒരു പിടി കറിവേപ്പില. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി നമുക്ക് ഇഞ്ചിയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. രണ്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നന്നായിട്ട് പഴുത്ത ഒരു ടൊമാറ്റോ, നല്ല ദശക്കട്ടിയുള്ള ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് മിക്സിയിലൊന്ന് അടിച്ച് എടുത്ത് നല്ല ഒട്ടും തരിയില്ലാതെ അടിച്ചെടുക്കാം. അതവിടെ മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ഒരു ചെറിയ പൊടി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കാം. നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ ഇത് വഴറ്റണം. അതൊരുവിധം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കണം. അതിൻ്റെ ജലാംശം എല്ലാം മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കാം. അതിലെ വെള്ളമെല്ലാം വറ്റി അത് പൊട്ടുന്നതൊക്കെ വളരെ കുറച്ച് ആകും. ആദ്യം അത് ചേർക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും വെള്ളമൊക്കെ. അപ്പോൾ അത് വറ്റുന്നത് വരെ, ബബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ ചേർത്തെന്നും പറഞ്ഞ് ഈ കറി കേടാകത്തൊന്നുമില്ല. ഈ മീൻ കറി കുറേ ദിവസം ഇരിക്കുന്ന മീൻ കറി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്ന് ആവശ്യമുള്ളവർക്ക് പകുതി പിരിയൻ മുളക് പൊടി പകുതി എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി അത് നന്നായിട്ട് വഴന്ന് നല്ല മൂത്ത ഒരു മണം വരുന്നത് വരെ വഴറ്റണം. അപ്പോഴത്തേക്ക് ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഈ അരപ്പിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. അതാണ് അരപ്പ് മൂത്തതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ആ പുളിവെള്ളവും കുടംപുളിയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. ഒരു 1.5 സ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കല്ലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നന്നായിട്ട് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ കുറേശ്ശെയായിട്ട് അതിലേക്ക് നിരത്തി കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ മുഴുവൻ നമുക്ക് നന്നായിട്ട് നിരത്തി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇതിപ്പോൾ ഇതിന് പാകത്തിനുള്ള ഗ്രേവി മാത്രമാണ്, വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്താൽ മീൻ കറി ശരിയാകത്തില്ല. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. മീൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് ലെവൽ ചെയ്ത് വയ്ക്കാം. ഒന്ന് ഇങ്ങനെ ഇളക്കി നമുക്കൊന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. മീനിന് അധികം വേവില്ലല്ലോ. ജസ്റ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട്
അതിലേക്ക് ഒരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ തണ്ടോടെ മീൻകറിയുടെ മുകളിൽ നിരത്തി വീണ്ടും മൂടി വെച്ച് മീൻകറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മീൻ വെന്ത് കഴിഞ്ഞ് കുറച്ച് സമയവും കൂടെ നമ്മളൊന്ന് തുറന്ന് വെച്ചൊന്ന് തിളപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കണ്ടില്ലേ, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നല്ല ചുവന്ന കൊഴുത്ത ചാറോട് കൂടിയ അപാര രുചിയുള്ള നമ്മുടെ മീൻകറി.